ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസസ് കമ്പനികളുടെ മൊത്തം ടേൺ ഓവറിന്റെ 20% വരുന്നത് കേരളത്തിലാണ്. ഞാൻ പത്രസമ്മേളനത്തിൽ തന്നെ കുറെ കാലം ചോദിച്ചു തുടക്കത്തിൽ. ഇപ്പൊ നമ്മൾ തുടർച്ചയായി പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഈ പ്രൈം മിനിസ്റ്റർ അംഗീകരിച്ച MSME നോവൽ ഇന്നോവേഷൻ കേരളത്തിലാണ്. ഞാൻ ചുമതല എടുത്തതിനു ശേഷമാണ് കിൻഫ്രയിൽ ടാറ്റ ലെക്സി അവർ ആവശ്യപ്പെട്ടു. 10 മാസം കൊണ്ട് നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ കൊടുക്കും. അതിൻ്റെ കേരള ചാർജുകാരൻ പരസ്യമായിട്ട് പറഞ്ഞു ഇത്രയും എളുപ്പത്തിൽ എനിക്ക് സൗകര്യം കിട്ടും മറ്റൊരു സ്റ്റേറ്റില്ല. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വരുന്നവർ പലരും കമ്പയർ ചെയ്യും, കൺസൾട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവർ വാർത്ത വായിക്കും ആകെ പ്രശ്നമാണ്, കേരളത്തിൽ തൊഴിൽ പ്രശ്നമാണ്, വ്യവസായം വരില്ല. ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് പരാതി ഉണ്ടെങ്കിൽ, നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം കേരളത്തിലുണ്ട്. 15 ദിവസത്തിനുള്ളിൽ ആ തീരുമാനം നടപ്പിലാക്കണം. നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥനെ 10,000 രൂപ വരെ ഫൈൻ ഈടാക്കാനും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനും ഈ കമ്മിറ്റിക്ക് സ്റ്റാറ്റ്യൂട്ടറി അധികാരമുണ്ട്. അത് അങ്ങേക്ക് അറിയോ? അറിയില്ലല്ലോ. വെച്ചാൽ മീഡിയക്കാർക്ക് പോലും അറിയില്ല. ഞങ്ങൾ പാസ്സാക്കിയത് 2 വർഷമായി. അവർക്ക് ആവശ്യമില്ല, നെഗറ്റീവ് കൊടുക്കുള്ളൂ. കിറ്റക്സ് പോയോ ഇല്ലയോ കേരളത്തിൽ? ഇല്ല, അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അല്ല, ഞാൻ ഞങ്ങളോട് ചോദിക്കുകയാണ്, കിറ്റക്സ് കേരളത്തിൽ മുഴുവൻ പോയില്ല. പക്ഷെ വലിയ പ്രോജക്ട്സ് ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നു. അല്ല, ഇപ്പോൾ ഉള്ളത് പോയില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. പക്ഷെ അവിടെ പോയിന്നല്ലേ, കിറ്റക്സ് ആകെ പോയി. അവർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അവർക്ക് പല റീസൺ ഉണ്ടാവും പോവാൻ. ഞാനിപ്പോൾ പറഞ്ഞത്, പക്ഷെ പോയത് എല്ലാവരും അറിയും. ഇപ്പോൾ ശ്രീ ബാലഗോപാൽ പറഞ്ഞത് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസസ് കമ്പനികളുടെ മൊത്തം ടേൺ ഓവറിന്റെ 20% വരുന്നത് കേരളത്തിലാണ്. 20%. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി മൂവാറ്റുപുഴയിലാണ്. ഇന്ത്യയിലെ തന്നെ കോവിഡ് ഡൈമർ ടെസ്റ്റ് നടത്താൻ ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്ത് പ്രൊഡക്റ്റ് പേറ്റന്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് 1.5 കോടി ഇന്ത്യക്കാർ ടെസ്റ്റ് നടത്തിയത് എറണാകുളത്തെ കമ്പനിയാണ് അഗാപ്പെ. ഏഷ്യയിലെ ആയിരുന്നു. ഇപ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ജപ്പാൻ കൂടി ചേർന്നതോടുകൂടി ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കുന്ന കമ്പനി തിരുവനന്തപുരത്താണ്. ലോകത്തിലെ ആദ്യത്തെ 3 സ്പൈസ് പ്രോസസ്സിംഗ് കമ്പനികൾ കേരളത്തിലാണ്. ലോകത്തിന്റെ സ്പൈസ് പ്രോസസ്സിംഗ് ഹബ്ബ് കേരളമാണ്. വലിയ ടേൺ ഓവേഴ്സ് ഉണ്ട്. 3,000 ഒരു കമ്പനിക്ക് തന്നെ ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് കേരളത്തിലാണ്. ഇത് പബ്ലിക് ഡൊമൈനിലുണ്ടോ? അല്ല, അതൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാൻ പത്രസമ്മേളനത്തിൽ തന്നെ കുറെ കാലം ചോദിച്ചു തുടക്കത്തിൽ. ഇപ്പൊ നമ്മൾ തുടർച്ചയായി പറയാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി. ഇപ്പൊ ചെറുതായിട്ടൊക്കെ വന്നു. ഇത് ഈ ഭാഗം എന്തുകൊണ്ട് വരുന്നില്ല? ഇപ്പൊ IBM കേരളത്തിൽ തുടങ്ങി കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. 2022 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ 1.5 വർഷം ആകാൻ പോകും. 1.5 വർഷം ആകുന്നേ ഉള്ളൂ. അവിടെ ഇപ്പോൾ 2000-ലധികം ആളുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ജൂൺ ആകുമ്പോഴേക്കും 3000 പേരെ വർക്ക് ചെയ്യാൻ പോകും കൊച്ചിയിൽ. ഒറ്റ വർഷം കൊണ്ട് 3000. ഈ 3000 പേരുടെ ആവറേജ് ശമ്പളം 20 ലക്ഷമാണ് പെർ ആനം. 600 കോടി ശമ്പളം വരുന്നത്. ഈ ശമ്പളം വാങ്ങിക്കുന്നത് 99% മലയാളികളാണ്. അതിൽ തന്നെ 200-ലധികം ആളുകൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്നവരുണ്ട്. ചുരുക്കം ആളുകൾ അമേരിക്കയിൽ നിന്ന് ഉൾപ്പെടെ വന്നവരുണ്ട്. ഇവരിത് വാങ്ങിക്കുമ്പോൾ ഒരു ഹൈ എൻഡ് ജോലി സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇൻഡയറക്റ്റായിട്ട് 3 ജോലി സൃഷ്ടിക്കപ്പെടും. നിങ്ങൾ 10,000 പേര് ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എഴുതുക, അതിൽ 90% മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. കേരളത്തിലെ കിറ്റക്സ് അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര പേര് ജോലി ചെയ്യും? നിങ്ങളൊരു 10,000 പേരുടെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഒരു 8,000 പേരും മൈഗ്രൻ്റ് ലേബർ ആയിരിക്കും. ഇനി പോട്ടെ, 10,000 പേരാണെങ്കിലും 10,000 രൂപയാണ് ശരാശരി ശമ്പളം. 120 കോടി ഒരു വർഷം കിട്ടും. ഈ ഒരു കമ്പനി വന്നപ്പോൾ കേരളത്തിൽ ഒരു വർഷം 600 കോടി ശമ്പളം പോയി. എന്നുവെച്ചാൽ ആ 10,000 ജോലി സൃഷ്ടിക്കുന്ന ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൻ്റെ 5 മടങ്ങാണ് 3000 പേരുടെ ഒരു IT സ്ഥാപനം സൃഷ്ടിക്കുന്നത്. അത് സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാവും. സ്ഥലം വേണ്ടി വരും. അതൊന്നും വേണ്ട. ഇത്രയും 600 കോടി ഒരു വർഷം കൊണ്ട് ശമ്പളം കൊടുക്കുന്നു ഒറ്റ സ്ഥാപനം പറയുന്നത്. ഇപ്പം ഞാൻ ചുമതല എടുത്തതിനു ശേഷമാണ് കിൻഫ്രയിൽ ടാറ്റ ലെക്സി അവർ ആവശ്യപ്പെട്ടു. 10 മാസം കൊണ്ട് നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ കൊടുക്കും. 2.5 ലക്ഷം ടാറ്റ ലെക്സി. ഇപ്പോൾ വീണ്ടും 1.5 ലക്ഷം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് അവിടെ തുടങ്ങി. ഇപ്പോൾ ടാറ്റ ലെക്സിയുടെ ഒരു 60% മാൻ പവർ കൂടിയാണ്. അതിൻ്റെ കേരള ചാർജുകാരൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു ഇത്രയും എളുപ്പത്തിൽ എനിക്ക് സൗകര്യം കിട്ടും മറ്റൊരു സ്റ്റേറ്റില്ല. IBM-ന്റെ കേരള ഹെഡ് ഇന്ത്യൻ സീനിയർ വൈസ് പ്രസിഡന്റ് മലയാളിയാണ്. അദ്ദേഹം കൂടെ ഒന്നും പറഞ്ഞല്ലോ, എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടായതുകൂടെയാണ്. ഇത് പബ്ലിക് ഡൊമൈനിൽ എന്തുകൊണ്ട് വരുന്നില്ല? മീഡിയ കൂടി മാറിയാൽ പോസിറ്റീവായിട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വരുന്നവർ പലരും കമ്പയർ ചെയ്യും, കൺസൾട്ടൻസ് ഉണ്ട്.
അപ്പോൾ ഇവർ വാർത്ത വായിക്കും ആകെ പ്രശ്നമാണ്, കേരളത്തിൽ തൊഴിൽ പ്രശ്നമാണ്, വ്യവസായം വരില്ല. അത് ഇൻവെസ്റ്റ്മെന്റ് വരണയിൽ ഇപ്പോഴും ഇഷ്യൂ ഉണ്ട് ശരിക്കും. ഗുജറാത്തിലാണെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിൽ $55 ബില്യൺ വന്നു അന്നത്തെ കൺവെൻഷന് ശേഷം. വലിയ സ്റ്റീൽ പ്ലാന്റ് ഇവിടെ ചെയ്യാൻ പറ്റില്ല. അതാണ് കേരള സ്പെസിഫിക് കമ്പനീസ് ഇപ്പോൾ ഉള്ളതല്ല. ഞാൻ ചോദിച്ചു MRFന്റെ ഫുൾ ഫോം എന്താ? മദ്രാസ് റബ്ബർ ഫാക്ടറി. മദ്രാസ് റബ്ബർ ഫാക്ടറി 46 തുടങ്ങിയതാണ്. എന്തിനാ മനോരമ കോട്ടയത്ത് നിന്ന് പോയിട്ട് അവിടെ തുടങ്ങിയത്? അവിടെയൊക്കെ ഒരു ഇൻഡസ്ട്രി, ഇവിടെ റബ്ബർ ഏറ്റവും കൂടുതലുള്ളത്. അതെ അതെ. പക്ഷെ ഇപ്പോൾ ഒരു സിന്തറ്റിക് റബ്ബറാണ്. അല്ല എന്തായാലും ഇവിടെ അന്ന് സ്റ്റാർട്ട് ചെയ്ത 46 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എന്തുകൊണ്ടാണ് അവരുടെ പല കമ്പനികൾ പല ഘടകങ്ങളാണ് നോക്കുക. ഇവിടെ ഏത് പറ്റും? ഇവിടെ മെഡിക്കൽ ഡിവൈസ്, ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ സയൻസ്, AI, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ഇങ്ങനെയുള്ളതെല്ലാം പുതിയ ടെക്നോളജി. അത് കേരളത്തിൽ ഗ്രഫീൻ, നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രഫീൻ നമ്മളിവിടെ കൊച്ചിയിലുണ്ടാക്കി. ഗ്രഫീനോ ബ്രാൻഡ് വന്നു. ഈ പുതിയ ടെക്നോളജി നമുക്ക് സാധ്യമാവുള്ളൂ. അല്ലാണ്ട് വലിയ ഇപ്പോൾ പോർട്ടിനോട് ചേർന്ന് എന്തുകൊണ്ട് BMW ഇവിടെ വന്നില്ല? ഹർത്താലായിരുന്നില്ല കാരണം. ഇപ്പോൾ മറ്റേ റഡാർ പുസ്തകത്തിൽ ശ്രീ ബാലഗോപാൽ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് അവർ തന്നെ പറഞ്ഞു ഞങ്ങളിപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് ഞങ്ങളുടെ കാർ ഉണ്ടാക്കിയാൽ കമ്പനിയിൽ നിന്ന് പോയി പോർട്ടിൽ പോയാൽ എത്ര എത്തും നമുക്ക് ഉറപ്പില്ല. അവിടെ ഞങ്ങൾ ഫാക്ടറി നടത്തുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് പ്രശ്നം പോർട്ടിനോട് ചേർന്ന് കേരള സ്പെസിഫിക് കമ്പനീസ് ചെയ്യാൻ പറ്റും. ചെറുതായിട്ടുള്ള കമ്പനീസ് കുറേ കൂടി അത്തരം IT പ്രൊഫഷൻസിനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള കമ്പനികളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഇപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ കേരളത്തിലേക്ക് വരാൻ. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് വരണമാര്, ഗുജറാത്തിലേക്ക് വരണമാര്, നമ്മൾ തന്നെ ഒരു ആസെന്റ് നടത്തിയില്ല. അതുപോലത്തെ ഇൻട്രസ്റ്റ് നമുക്ക് പറ്റില്ല. അല്ല, മാത്രമല്ല നമ്മൾ ആസെന്റ് നടത്തിയിട്ട് നമ്മളൊന്ന് 1 lakh crore നമ്മൾ പ്രതീക്ഷിച്ചത് നമുക്ക് കിട്ടിയ 808 crore ആണെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് റിപ്പോർട്ട്. ഒന്നുമല്ല, ഞാൻ പറയാം ഒരു പ്രശ്നത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ MSMEകളുടെ വഴി ഇപ്പോൾ 2 ലക്ഷത്തിൽ മുകളിൽ MSMEകൾ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. ചെറിയ യൂണിറ്റ് എല്ലാം നമ്മൾ ജിയോ ടാഗ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സൈറ്റിൽ നോക്കിയോ ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ എത്രയുണ്ടെന്ന് കെട്ടിടം പടം ഉൾപ്പെടെ വരും. MSMEയുടെ ചാർജുള്ള കേരളത്തിൻ്റെ SLBC ഉണ്ടല്ലോ, ബാങ്കിങ് കമ്മിറ്റി, അതിൻ്റെ കൺവീനർ കാനറ ബാങ്കിൻ്റെ ജനറൽ മാനേജർ, അദ്ദേഹം സീനിയർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം വന്നല്ലോ. ഇത് 2020 50,000 കോടിയാണ് കേരളത്തിൽ MSMEകൾക്ക് ലോൺ കൊടുത്തത് സാമ്പത്തിക വർഷം. 2023 ഡിസംബർ 31 കണക്ക് 81,000 കോടിയാണ്. 3 മാസത്തിന് ബാക്കിയുണ്ട്. ബാങ്കിന്റെ ലോണിൽ തന്നെ 30,000 കോടി 2 വർഷം കൊണ്ട് വർദ്ധിച്ചു. MSME എന്ന് പറഞ്ഞാൽ അത്രയും MSMEകൾ ശക്തിപ്പെട്ടില്ല. MSMEകൾക്ക് ഇപ്പോഴും ഇഷ്യൂ ഉണ്ട്. ബാങ്ക് ഫൈനാൻസ് കിട്ടാത്തതിൽ ഒരു ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. ആവശ്യത്തിന് 89,000 ആയത് അതൊരു ജമ്പല്ലേ? ആയിരിക്കാന്നല്ല, ആണത്. 50,000 കോടി ഉണ്ടായിരുന്നു, 81,000 കോടിയായി മാറിയില്ലേ ഒരു വർഷം. അത്രയും വലിയ. ഇന്നും പല MSMEസിന് ഫണ്ട് 11.5% NPA 9.1% കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെട്ടോ കുറഞ്ഞു. ഞങ്ങളുടെ റിസർവ് ബാങ്കിന്റെ കണക്കല്ലേ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വന്നാലോ? പക്ഷേ റിസർവ് ബാങ്കിന് ഇന്നും കംപ്ലൈന്റ് ഉണ്ട്. ഇവിടുത്തെ ബാങ്കുകൾ ഇവിടുത്തെയുള്ള കമ്പനികൾക്ക് കൊടുക്കുന്നത് പോരാന്ന് അൾട്ടിമേറ്റം വരെ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇവിടെ ബേസ്ഡ് ആയിട്ടുള്ള ബാങ്ക്സിന്. MSMEക്ക് ഇഷ്യൂ ഉണ്ട് ശരിക്കും. ഇനി ഫണ്ട് ഇഷ്യൂ MSMEക്കില്ല. CD റേഷ്യോ കേരളത്തിൽ കുറവായിരുന്നു, വളരെ കുറവാണ്. ഞാൻ തന്നെ SLBC മീറ്റിംഗ് പങ്കെടുത്തു. 61 ഇപ്പോൾ 72 ആയി. ഇപ്പോൾ ലേറ്റസ്റ്റ് 71.5 മറ്റുമാണ് ലേറ്റസ്റ്റ്. പല ബാങ്ക്സിന് ഇവിടെ ബേസ്ഡ് ആയിട്ട് ബാങ്ക് 38% ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്. അല്ല, അതിന് ഗവൺമെന്റ് എന്തെങ്കിലും ഗവൺമെന്റ് കൂടി ഇടപെട്ടിട്ടാണല്ലോ ഇപ്പോൾ ശക്തമായി ഞങ്ങളല്ല മുഖ്യമന്ത്രി പങ്കെടുത്ത് ഈ മാറ്റം വന്നത്. എന്നുവെച്ചാൽ ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റം പ്രധാനമാണ്. ഇപ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം KSIS കൊണ്ടുപോകും. ഇപ്പോൾ ഒരു കമ്പനി ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തുന്ന സോഫ്റ്റ്വെയർ പറയാം, ഞാൻ പോകണോ നിങ്ങൾ പോകണോ. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 48 മണിക്കൂർ റിപ്പോർട്ട് ഇടണം. ഇത് കിറ്റക്സിൻ്റെ വിവാദം വന്നപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യും, ഞങ്ങൾ തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ. അവരോട് ഞങ്ങൾ ഏറ്റുമുട്ടാനൊന്നും പോയില്ല. അവരുടെ പല ഘടകങ്ങൾ വെച്ചിട്ടായിരിക്കും. ഇവിടെ ഇനിയിപ്പോൾ വലിയ ടെക്സ്റ്റൈൽ മില്ല്, ഡൈയിങ്, ഇതൊന്നും കേരളത്തിലത്തെ എളുപ്പമാവില്ല. നിങ്ങൾക്ക് തൊഴിലാളിയും കിട്ടില്ല. ഇവിടെ നിന്ന് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് തൊഴിലാളി ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കൂലി കൊടുക്കണം. നിങ്ങളൊരു ടെക്സ്റ്റൈൽ മില്ല് എടുത്തുമ്പോൾ നോർത്തിൽ നിന്ന് വരുന്ന തൊഴിലാളിയാണെങ്കിൽ അവർക്കിത് നമ്മൾ ദുബായി പോകണ പോലെ ഇവിടുത്തെ കൂലി കൊടുക്കണം. നിങ്ങൾ അവിടെ പോയി സ്ഥാപനം ഇട്ടാലോ അവിടുത്തെ കൂലി കൊടുക്കണം. ഇത് കിറ്റക്സിന്റെ കീഴിൽ മാത്രമല്ല, വീഗാർഡും മിക്ക യൂണിറ്റ്സും പുറത്താണ്. അത് ഇങ്ങനെ പല ഘടകങ്ങൾ. ഇപ്പോൾ അവരുടെ പുതിയത് ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ഈ ഇപ്പോൾ ടാറ്റ TCSന്റെ 36 ഏക്കറിലാണ് ഇവിടെ കെട്ടിടം പടുത്തുകൊണ്ടിരിക്കുന്നത്. IT നമുക്ക് ഏത് മേഖല നമ്മുടെ ചെറുപ്പക്കാർക്കല്ലേ ജോലി കൊടുക്കേണ്ടത്. അതിന് പറ്റുന്നതല്ലേ ഇവിടെ ആരംഭിക്കേണ്ടത്. ഇപ്പോൾ ഡിഫൻസ് നമുക്ക് വലിയ സാധ്യതയുണ്ട്. സ്പേസ് നമുക്ക് സാധ്യതയുള്ളതാണ്. അവിടെ പുതിയ ഇൻഡസ്ട്രി ഉണ്ട്. നമ്മുടെ മെഡിക്കൽ ഡിവൈസ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് പ്രോസസ്സിങ്,
ഇപ്പോൾ ഭാരത് ബയോകോൺ പാലക്കാട് തുടങ്ങാണ്. കാരണം പാലക്കാടിലെ അങ്കമാലിൽ അവർ ലോകോത്തര വാക്സിൻ കമ്പനിയാണല്ലോ, അവർ ഫുഡ് പ്രോസസ്സിങ്ങിനുണ്ട്, അവർ തുടങ്ങാണ്. ഇപ്പോൾ ലുലുവിൻ്റെ അവരിതുവരെ ട്രേഡും ലോജിസ്റ്റിക്കും ആയിരുന്നല്ലോ, ഇപ്പോൾ അവർ പ്രൊഡക്ഷൻ തുടങ്ങി. പക്ഷെ ഇന്ന് കൊച്ചിയിൽ പല ഇൻഫ്രാസ്ട്രക്ചറുകളും, അതായത് ലൈക്ക് LNG ടെർമിനൽ, ഇൻലൻഡ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ, കണ്ടെയ്നർ ഹബ്ബ്, അതെല്ലാം അതിൻ്റെ പർപ്പസ്. അതേമാതിരി ഏലൂര് BSCS ഇപ്പോൾ KSCB റെയിൽ, ആ ഫെസിലിറ്റീസൊക്കെ ഐഡിയലായിട്ട് കിടക്കുകയാണോ? നമ്മൾ എന്താണ് ഇനി പ്ലാൻ? അതിലൊക്കെ ചിലതൊക്കെ പ്രശ്നങ്ങൾ വരും. അല്ല, അതിന് നമുക്ക് എന്തെങ്കിലും പ്ലാൻസ്? നമ്മുടെ നാട്ടിൽ കട പൂട്ടിയാൽ അതറിയാത്ത ആരും ഉണ്ടാവില്ല. 100 കട തുറന്നാലും അറിയില്ല. അല്ല, ഞാൻ പറഞ്ഞു നമ്മൾ ക്രിട്ടിക്കൽ കാര്യം നമ്മൾ ചോദിക്കുന്നത് അത് വേണം ഞാൻ അറിയാം. ഇപ്പോൾ ബ്ലാക്ക്ബെറി ഫോൺ എങ്ങനെയുണ്ട്? ഇപ്പോൾ പോയി, നോക്കിയേക്ക് എന്ത് പറ്റി? അതൊക്കെ പോയി, അത് കുറേ ഉണ്ട്. അങ്ങനെ പറയാം, ലോകത്ത് ഇമ്മോർട്ടൽ അല്ല ഒരു ദിവസം. അല്ല, ഞാൻ ചോദിക്കുന്നില്ല, ഇത് ഞാൻ പറഞ്ഞ പൊതുവെ പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലത് കാലഹരണപ്പെട്ടു, പുതിയത് വരും. ഇപ്പൊ നമുക്ക് ചോട്ടുകളിൽ ഇപ്പൊ അധികാരം പോകില്ലേ, ഈ ഹോട്ടലുകൾ തന്നെ ഇനി ചിലപ്പോൾ കേന്ദ്രീകരിച്ച് ഇതായിട്ട് മാറും. എന്തെല്ലാം മാറ്റങ്ങൾ വരാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേന്ദ്രീകരിച്ച് ഹോസ്പിറ്റലിന് ആവശ്യമായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അല്ല, ഇത് മാറ്റത്തിന് ഇവിടെ ഞാൻ പറയാം, ഇപ്പോൾ ഷിപ്പ് യാർഡിന്റെ അയോധ്യയിലേക്ക് നമ്മളുണ്ടാക്കിയ ബോട്ടല്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഒരു സംവിധാനം നടക്കില്ലെങ്കിൽ ഷിപ്പ് യാർഡ് എങ്ങനെയാണ് ഇത്രയും വലിയ സംവിധാനം? കൊച്ചിൻ ഷിപ്പ് യാർഡ് നമ്മുടെ അവിടെ അല്ലേ, തൊഴിലുറക്കം പ്രസിഡന്റ് എവിടെ നടക്കും? എല്ലാ യൂണിയനും ഇല്ല. സെൻട്രൽ ഗവൺമെന്റ് യൂണിറ്റ് ആണ്. എല്ലാ യൂണിയനും ഉണ്ടല്ലോ, എവിടെയാണെങ്കിലും റിപ്പബ്ലിക് അല്ലല്ലോ. ഇപ്പോൾ റിഫൈനറിയുടെ പുതിയത് അവരുടെ കഴിഞ്ഞ പ്രൊജക്ട് 36,000 കോടിയുടെ പറഞ്ഞ സമയത്തേക്ക് മുമ്പ് കമ്മീഷൻ ചെയ്തു. ഇപ്പൊ 8,460 കോടിയുടെ പുതിയ പ്രൊജക്ട് ഇപ്പം അംഗീകരിച്ചു തുടങ്ങാൻ പോവാണ്. അതിനോട് ചേർന്ന് നമ്മുടെ പെട്രോ കെമിക്കൽ പാർക്ക് വരുന്നു. നമ്മുടെ തന്നെ ഇപ്പോൾ ചേർത്തലയിൽ വലിയ സീ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് വന്നു, പൂർണ്ണമായിട്ട് വന്നു. നമ്മുടെ സ്പൈസ് പാർക്ക് തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും അലോട്ട്മെന്റ് കഴിഞ്ഞു. പെട്രോ കെമിക്കൽ 24 അവസാനം ഉദ്ഘാടനം ചെയ്യാൻ പോണത്. ഇപ്പൊ തന്നെ 2 കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ആമ്പല്ലൂർ നമുക്ക് ഇലക്ട്രോണിക്സ് പാർക്ക് ഉദ്ദേശിച്ചെങ്കിലും ലാൻഡ് ഇത് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളത് മാറ്റി കൊച്ചിൻ പാലക്കാട് കോറിഡോർ ഇൻഡസ്ട്രിയൽ കോഡ് അതിന്റെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏറ്റവും വേഗത്തിൽ ലാൻഡ് എടുത്ത് കൊടുത്തു. നമ്മള് 1700 ഏക്കർ കൊടുത്തു. ഇത് ഇപ്പൊ എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടി. ഇത് വളരെ 10 മാസം കൊണ്ടല്ലേ നമ്മൾ ലാൻഡ് എടുത്ത് കൊടുത്തത്. പക്ഷെ ഇനി അവർ സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചത് ഇതിനടുത്ത് ഗിഫ്റ്റ് സിറ്റി ഇവിടെ നമ്മൾ ഏറ്റെടുത്ത് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകും. അപ്പൊ ഈ വലിയ മാറ്റമാണ് കേരളത്തിലെ വ്യവസായ രംഗത്ത് വന്നിരിക്കുന്നത്. വേറൊരു ഇഷ്യൂ കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ ഞാൻ പോലും പല കമ്പനീസ് ഇന്റർവ്യൂ, MD ചെയർമാർ ഇന്റർവ്യൂ, കുറച്ച് പേരില്ല ആദ്യം കാലഘട്ടത്തിൽ ഇവിടെ വന്നിട്ട്. പക്ഷെ മിക്ക കമ്പനിയിലും അതിൻ്റെ ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ഇല്ല. മിക്ക ചെയർമാൻ MDക്കും പൊളിറ്റീഷ്യൻസാണ്. അത് നിങ്ങളുടെ മാത്രമല്ല, എല്ലാ തരത്തിലും UDF എന്നുള്ളത് അതിനൊരു പ്രൊഫഷണൽ മാനേജ്മെന്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MDമാരെല്ലാവരും അക്കൗണ്ടബിൾ ആക്കാൻ പോകുന്നു. അല്ലല്ല, MDമാരെല്ലാം ഇവരല്ലേ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ MDമാരും അല്ല, ഇപ്പൊ പലതിനും ഇരിക്കുന്നത് പൊളിറ്റീഷ്യൻസ് ആണ്. പൊളിറ്റീഷ്യന്മാർ MDമാരായിട്ട് ആരുമില്ല, ചില ചെയർമാൻമാര്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഏജൻസീസ് കണ്ടമാനുണ്ട്. KSIDC, കിൻഫ്ര, കിഫ്ബി, KFC. എനിക്കൊന്ന് 12 ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഏജൻസീസ്. എനിക്കൊന്ന് മിക്ക അതർ സ്റ്റേറ്റ്സിൽ ഇപ്പോൾ സുകുമാരൻ നായർ സാറ് പറഞ്ഞാണ് ഇത് പലയിടത്തും 2-3 ഏജൻസീസ് ഉള്ളത്. നമുക്ക് ഇത്രമാത്രം ഏജൻസീസിൻ്റെ ആവശ്യമില്ല. കണ്ടതും പലതും മെർജ് ചെയ്ത് ഒരു അലൈൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നതാണ്. കണ്ടമാൻ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പലരും ചെയ്യുന്നത് ഒരു ചെറിയ കാര്യങ്ങൾ സെയിം ആണ്. ഇപ്പോൾ കിൻഫ്ര ചെയ്യുന്നത് വെറും ലാൻഡ് എടുത്ത് കൊടുക്കൽ മാത്രമായിരിക്കാം. കിഫ്ബി ചെയ്യുന്നതും KFC ചെയ്യുന്നതൊക്കെ ഫണ്ട് ചെയ്യുന്നത് മാത്രമായിരിക്കാം. അപ്പോൾ ഇതിനൊക്കെ അലൈൻ ചെയ്തുകൊണ്ട് കുറച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടൊരു സംവിധാനം നമുക്ക് ആലോചിക്കാൻ പറ്റും. കേരളത്തിലില്ല. KSIDC ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒറ്റ ഏജൻസി ഉള്ളൂ. കിൻഫ്ര ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അത് മാത്രമായിട്ട് ചെയ്യണം. അതാണ് അവർ ചെയ്യുന്നത്. പാർക്ക് ഡെവലപ്പ് ചെയ്തു, അത് അലോട്ട് ചെയ്തു. അത് അവരുടെ നേരത്തെ KSIDC ചില പാർക്ക് ചെയ്തു. ഇപ്പം എല്ലാം തന്നെ കിൻഫ്രയാണ് ഇന്നുള്ളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. KFC അങ്ങനെ വ്യവസായത്തിൽ വന്നു പൊതുവെ ലോൺ കൊടുക്കുന്ന സംവിധാനമാണ്. അത് ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ്. അതിന് വേറെ ഇതൊന്നും ചെയ്യാനില്ല. എന്നാലും ചിലതൊക്കെ ഇതിലേക്ക് മെർജ് ചെയ്തുകൊണ്ട് KSIDC കീഴിൽ കൊണ്ടുവരാൻ പറ്റും. കിൻഫ്ര അത് KSIDC റിസർവ് ബാങ്കിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അതിൻ്റെ കീഴിലേക്ക് നമുക്ക് കിൻഫ്ര കൊണ്ടുവരുമ്പോൾ അതിന് പരിമിതി ഉണ്ടാവും. ഇത് പ്രൊഫഷണൽ. ഇപ്പോൾ ഞാൻ KSIDCയുടെ ബോർഡ് ഫുള്ളി പ്രൊഫഷണലാണ്. ഒറ്റ പൊളിറ്റിക്കലായിട്ടൊരാളും ഇല്ല ബോർഡിൽ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ KSIDC ഫുള്ളി പ്രൊഫഷണലാണ്. കിൻഫ്ര വേറെ ദൗത്യമാണ് നിർവഹിച്ചത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരാൻ ലെഡ് ചെയ്യുക, അതിന് പ്രോജക്റ്റ് വയബിലിറ്റി നോക്കണ്ടായിരിക്കാം. പക്ഷെ അതിലേക്ക് ഇപ്പോൾ ജിയോജിത്ത്, OEN കണക്ടേഴ്സ്, OEN ഇന്ത്യ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത് എങ്ങനെ തുടങ്ങുമ്പോൾ KSIDC ഫണ്ടിങ് ആണ്. ഗവൺമെന്റ് ഫണ്ടിങ് KSIDC കൊടുക്കും. KSIDC ഇവർക്ക് ഫണ്ട് കൊടുക്കുകയാണ് ഇന്ന്.
ഇക്വിറ്റി ഇനി അതിനൊക്കെ ഒരു തടസ്സമല്ലേ ഇപ്പോൾ ഗവൺമെന്റ് ഫണ്ടിങ് പ്രശ്നം വരുമ്പോൾ ഇതൊക്കെ അല്ല, അവര് ഗവൺമെന്റിന്റെ ഫണ്ടിങ് അല്ല KSIDC. അവർ റിസർവ് ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു. ആ പൈസ അവര് ഗവൺമെന്റ് ഫണ്ടിങ് ഉണ്ടല്ലോ. ഗവൺമെന്റ് ഫണ്ടിങ് ചില ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ, ബാക്കി എന്തുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ലോൺ അവരെടുക്കുന്നു. അത് അവർ ഇക്വിറ്റി ആയിട്ട് പല രൂപത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് KSIDCയുടെ ഫംഗ്ഷനിങ് എന്നുള്ളത്. ഇത് കൂടാതെ അവർക്ക് ഒരു പ്രൊജക്റ്റിന് വേറെ സംവിധാനമുണ്ട്, അത് ഗവൺമെന്റുമായി അല്ല, ചേർന്ന്. അങ്ങനത്തെ പല സ്ഥാപനങ്ങളുണ്ട്. KTDFC ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് എടുക്കുക, KSRTC കൊടുക്കുക. അപ്പോൾ അത്തരം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചത് നിങ്ങളുടെ കീഴിൽ വരുന്നതല്ല, എന്നാലും അത്തരം ഒരു തീം നടക്കുന്നുണ്ട് കേരളത്തിൽ. പലതും ചില ഏജൻസീസ് ചിലത് ഫണ്ട് കൊണ്ടൊരു കോൺട്രിബ്യൂട്ടായിട്ട് വരുന്നത്, അതിനെയൊക്കെ കൊണ്ടുവന്ന് മേർജ് കുറച്ചുകൂടി എഫിഷ്യൻസി കൊണ്ടുവരാൻ നമുക്ക് ആലോചിച്ചാൽ പറ്റണത് അല്ലേ. പ്രൊഫഷണലായി തന്നെ ഇപ്പം എല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനൊക്കെ നമ്പേഴ്സ് കുറച്ചുകൊണ്ടും അല്ലേ. MSMEയുടെ കാര്യത്തിൽ വരുന്ന വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വളരെയധികം നമ്മൾ റാങ്കിങ്ങിലൊക്കെ വന്നു. പക്ഷെ നമ്മൾ മോസ്റ്റ് ആക്റ്റീവിലോ നമ്മളില്ല, അസ്പയറേഴ്സിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഇതിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കേട്ട ഞാൻ. അത് 15 റാങ്കിങ്ങിന് താഴെയുള്ളതായിരിക്കാം. പക്ഷെ അതിന് കുറച്ചും കൂടി MSME ആയിരിക്കും നമ്മുടെ ഒരു ബാക്ക് ബോൺ ആകുന്നത്. ലൈഫ് ലൈൻ ആകുമ്പോൾ എംപ്ലോയ്മെൻറ്റ് കാര്യത്തിലാണെങ്കിലും റവന്യൂവിൻ്റെ കാര്യത്തിൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ വലിയ കമ്പനിയേക്കാൾ കൂടുതൽ. അപ്പോൾ MSMEക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് നേരത്തെ പറഞ്ഞു മിനിസ്റ്റർ കുറേ കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് ബാങ്കുകളിൽ നിന്ന് ഫണ്ട് കിട്ടാനും അങ്ങനെയുള്ള കാര്യം കുറച്ചും കൂടി റിന്യൂഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്തൂസിയാസ്റ്റിക് ആയിട്ട്. MSME എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതല്ല കറക്റ്റ്. നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ പ്രൈം മിനിസ്റ്റർ അംഗീകരിച്ച MSME നോവൽ ഇന്നോവേഷൻ കേരളത്തിലാണ്. 4% ലോൺ കൊടുക്കുന്ന സംവിധാനം നമ്മളിവിടെ തുടങ്ങി. 10 ലക്ഷം രൂപ വരെയുള്ള ഇതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ 4 കൊടുത്താൽ മതി, ബാക്കി 5% നമ്മൾ ഗവൺമെൻറ്. എല്ലാ ജില്ലയിലും MSME ക്ലിനിക്ക് തുടങ്ങി. ഏത് പ്രശ്നം വന്നാലും അവിടെ പോയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ എക്സ്പെർട്സ് അഡ്വൈസ് നൽകും. അതിൻ്റെ ചിലവ് ഗവൺമെൻറ് വഹിക്കും. എല്ലാ MSME ഇൻഷുറൻസ് ചെയ്യണം, അതിൻ്റെ 50% പ്രീമിയം ഗവൺമെൻറ് വഹിക്കും. CA അസോസിയേഷൻ ICA ചർച്ച ചെയ്തിട്ട് അവരെല്ലാ ജില്ലയിലും ഹെൽപ്പ് ഡെസ്ക്കാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് GST റിട്ടേൺ അവർ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. ഇതുകൂടാതെ നമ്മൾ എല്ലാ പഞ്ചായത്തിലും ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ എല്ലാ പഞ്ചായത്തിലും ഇയാളെ വെച്ചു എക്സിക്യൂട്ടീവായിട്ട്. എല്ലാ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ 20 വാർഡിലും ഒരാളെ വെച്ചു. അവരാവശ്യമായ ഹാൻഡ് ഹോൾഡ് കൊടുക്കുക. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. അവരാവശ്യമായി പിന്തുണ നൽകും. 64,000 സ്ത്രീകൾ കേരളത്തിൽ പുതുതായി ഈ കണക്കിൽ എൻ്റർപ്രണേഴ്സായിട്ട് വന്നു. ഇപ്പോൾ മിഷൻ 1000 1000 MSMEകളെ നമ്മൾ 4 വർഷം കൊണ്ട് സെലക്ട് ചെയ്യും. ഈ 1000 MSMEകൾക്ക് ശരാശരി 100 കോടി ടേൺ ഓവർ, 1 ലക്ഷം കോടി ടേൺ ഓവറുള്ള 1000 MSME കേരളത്തിൽ. അതിൽ 88 നമ്മൾ സെലക്ട് ചെയ്തു. ആദ്യത്തെ ഗഡു അതിലേക്ക് നമ്മൾ 2 കോടി ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് കൊടുക്കും. വർക്കിംഗ് ക്യാപിറ്റലിന് അവരെടുക്കുന്ന ലോണിൻ്റെ 50% ഇൻട്രസ്റ്റ് ഗവൺമെൻറ് കൊടുക്കും, 50 ലക്ഷം രൂപ വരെ. ഒരു ഉദ്യോഗസ്ഥന് അവർക്ക് വേണ്ടി മാത്രം കൊടുക്കും. അങ്ങനെ ഇപ്പോൾ മിഷൻ 1000 തുടങ്ങി. നമ്മുടെ ഈ 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾ വഴി 12,000 കോടി രൂപ കേരളത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറി. 4 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ MSMEയിൽ വലിയ ഗ്രോത്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് രാജ്യമായി അംഗീകരിച്ചിട്ടുള്ള മാറ്റമാണ്. നമ്മുടെ ഒരു ഏരിയ നമ്മൾ എനിക്കൊന്ന് വീണ്ടും ടാപ്പ് ചെയ്യാൻ തോന്നുന്നത് ആഗ്രോ ഇൻഡസ്ട്രീസ് കണ്ടമാനം കുറവാണ്. അതിന് വാല്യൂ അഡീഷൻ ഇൻഡസ്ട്രീസ് നേരത്തെ പറഞ്ഞ സ്പൈസസിൻ്റെ കാര്യത്തിലുണ്ട്. അതൊഴിച്ച് എന്തെങ്കിലും ആഗ്രോ ഇൻഡസ്ട്രീസിന് കുറച്ചും കൂടി ഒരു ബൂസ്റ്റ്. നമ്മളിപ്പോൾ വന്ന പുതിയതിൽ ഏറ്റവും പ്രധാനം കൂടുതൽ ആഗ്രോ ഇൻഡസ്ട്രീസ് ആണ്, ഏറ്റവും കൂടുതൽ ഫുഡ് പ്രോസസ്സിംഗ് ആണ്. പിന്നെ നമ്മളിപ്പോൾ പാലക്കാട് നമ്മുടെ മെഗാ ഫുഡ് പാർക്ക്, ചേർത്തല മെഗാ ഫുഡ് പാർക്ക് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പൈസ് പാർക്ക് ഇവിടെ, കാർബൺ ന്യൂട്രൽ പാർക്ക് നമ്മളിപ്പോൾ വയനാട് ആരംഭിക്കുന്നു, പുതിയ കോഫി പാർക്ക് ആരംഭിക്കും. കോഫിയുടെ തുടങ്ങി കാർബൺ ന്യൂട്രൽ ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ സ്വകാര്യ മേഖലയിൽ നമ്മൾ അതിന് പിന്നെ ഇപ്പോൾ ലുലുവിൻ്റെ കൂടെ തുടങ്ങി. ചോയ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വിയറ്റ്നാം ഒക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതിലെല്ലാം തന്നെ നല്ല മാറ്റം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.